നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം നമുക്ക് അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്ന് പകലിലും നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുവാനായി നാം ആയിരിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായി വായിച്ചത് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. 8-ാം സങ്കീർത്തനം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഹൗ എക്സലന്റ് ഈസ് യുവർ നെയിം, ഓ ലോർഡ്, ഓൾ ദി എർത്ത്. ഹൗ എക്സലന്റ് ഈസ് യുവർ നെയിം ഇൻ ഓൾ ദി എർത്ത്. ദൈവത്തിൻ്റെ നാമം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സ്തോത്രം. തുടർന്ന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, സാധാരണ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് 4-ാം വാക്യം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? സ്തോത്രം. പല ആളുകൾക്കും ഉള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് മാൻ? ഹൂ ആം ഐ? ഞാൻ ആരാണ്? വൈ ഐ ആം ഹിയർ? ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? പലരും ഇങ്ങനെ ചിന്തിച്ചിട്ട്, ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞ് ജീവിതം വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതിനെല്ലാം ആൻസറാണ്. ഹൂ ആം ഐ? വൈ ഐ ആം ഹിയർ? വാട്ട്സ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? ഞാൻ ആരാണ്? എന്തിനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സ്തോത്രം. നമ്മളിവിടെ വായിക്കുന്നത്, ദൈവം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും എല്ലാം അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സോ ആൻസർ ഈസ് ദേർ. സ്തോത്രം. ഹു ആം ഐ? ഐ ആം ഹാൻഡ് പിക്ഡ് ഓഫ് ഗോഡ്. ദൈവം പ്രത്യേകമായിട്ട് എന്നെ നനഞ്ഞതാണ്, സൃഷ്ടിച്ചതാണ്. സ്തോത്രം. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കുന്നല്ലോ, വരിക, നമുക്ക് നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോ ഞാൻ ആരാണ്? ദൈവം പ്രത്യേകമായി എന്നെ സൃഷ്ടിച്ചതാണ്. സ്തോത്രം. 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നീ ഭയങ്കരമായും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. സി, യു മെയ്ഡ് മീ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. ഞങ്ങൾ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു ട്വിൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അവരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എപ്പോഴും കൺഫ്യൂസ് ആയിപ്പോൾ രണ്ടുപേരും അങ്ങനെ പലരും ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂളിലും അതുപോലുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അവരുടെ ഫിംഗർ പ്രിന്റ് എടുക്കുമ്പം ഒരുപോലല്ല. ദൈവം എത്ര ഒരുപോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞാലും ഒരാളെ വേറൊരാളെ പോലെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവമാണ് ഒരു കുഞ്ഞിനെ ഉരുവാക്കുന്നത്. ആ കുഞ്ഞിനെ ഉരുവാക്കുന്ന ബ്ലൂ പ്രിന്റ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ദൈവം അങ്ങ് കളയുകയാണ്. അതുപോലെയുള്ള അത്ര യുണീക്കായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഹുവാമായി, ദൈവത്തിൻ്റെ കൈവേലയാണ് ഞാൻ. അവന്റെ കൈപ്പണിയായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. എഫേസ്യർ 2:10. ഐ ആം ഹിസ് ഹാൻഡി വർക്ക്. ഐ ആം എ ഹാൻഡി വർക്ക് ഓഫ് ഗോഡ്. ദൈവം എന്നെ അവന്റെ കൈപ്പണിയായി സൃഷ്ടിച്ചതാണ്. സ്തോത്രം. വളരെ വ്യത്യസ്തമായിട്ട് എന്നെ സൃഷ്ടിച്ചതാണ്. എന്നെ പോലെ വേറൊരാളില്ല.
എന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പോലെ വേറൊരാൾക്ക് ഉദ്ദേശമില്ല. അപ്പം അത്ര ഭയങ്കരമായി ഫിയർഫുള്ളി വണ്ടർഫുള്ളിയാണ് എന്നെ സൃഷ്ടിച്ചത്. പിന്നെ എന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? സൃഷ്ടിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, ഹാവ് ഡൊമിനിയൻ ഓവർ എവറിഥിങ്, എല്ലാത്തെയും അടക്കി വാഴുക. ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ വായിച്ചത്? സകലത്തെയും അവനെ അധിപതിയാക്കി. സ്തോത്രം. എന്തിനെയെല്ലാമാ സ്തോത്രം? അവന് ആടുകളെയും കാളകളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും എല്ലാത്തെയും അധിപതിയാക്കി അടക്കി വാഴ. അപ്പൊ എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? അടക്കി വാഴാനാണ്. തേജസ്സും ബഹുമാനവും എന്നെ അണിയിച്ചാണ് സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ. ഹൂം ആം ഐ? വൈ ഐ ആം ഹിയർ? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? പക്ഷേ ഇതിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ എബ്രായ ലേഖനത്തിലാണ് നമുക്കതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. എബ്രായ ലേഖനം ഹീബ്രു ചാപ്റ്റർ 2 2-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹീബ്രു ചാപ്റ്റർ 2 വേഴ്സ് 5 onwards. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, എന്നാൽ ആ സങ്കീർത്തനത്തിലെ വാക്യം വായിക്കാം. യെസ്, യെസ്. അധിപതിയാക്കി. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. അത് നമ്മൾ വായിച്ചല്ലോ, സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ് നമ്മൾ വായിച്ചില്ലേ? ഓക്കെ, അടുത്ത വാക്യ പ്രധാനം. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി. പക്ഷേ എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എല്ലാത്തെയും കീഴ്പ്പെടുത്തി, കീഴ്പ്പെടുത്തിക്കൊള്ളാൻ അധികാരം കൊടുത്ത ആക്കിയത്, സൃഷ്ടിച്ചത് വാഴാൻ വേണ്ടിയാണ്, അടക്കി വാഴാൻ വേണ്ടിയാ. പക്ഷേ എബ്രായ ലേഖനകർത്താവ് പറയുക, ഇപ്പൊ എല്ലാം കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്താ പറ്റി? സ്തോത്രം. വീഴ്ചയുടെ ഫലമായി അധികാരം മനുഷ്യൻ പിശാചിന് കൈമാറി. അതുകൊണ്ടാണ് യേശു വന്നപ്പോ പറഞ്ഞത്, നീ എന്നെ എന്നെ ഒന്ന് വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഇതല്ല നിനക്കങ്ങ് തന്നേക്കാം. അപ്പൊ നിന്റെയാണോ ഇത്? എന്റെ അല്ല, ആ ദൈവത്തിന്റെയാണ്. ദൈവം മനുഷ്യന് കൊടുത്തിരുന്നതാണ്. പക്ഷേ മനുഷ്യൻ അതെനിക്ക്, ഇറ്റ് വാസ് യുവേഴ്സ്. യു ക്രിയേറ്റഡ് എവരിതിങ്. യു ഹാൻഡഡ് ഓവർ ടു മാൻ, ബട്ട് ഹി ഹാൻഡഡ് ഓവർ ടു മീ. അവൻ എന്റെ എല്ലാം എഴുതി തന്നു. അതുകൊണ്ട് നീ ഒന്ന് വീണെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്കങ്ങ് തന്നേക്കാം. ഇതെല്ലാം തിരിച്ചെടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ നിന്നെ നമസ്കരിച്ചല്ല, പിതാവിനെ അനുസരിച്ചാണ്. അടുത്ത വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം അവൻ നമുക്ക് തിരിച്ചു തരാനായിട്ട് ക്രൂശിൽ മരിച്ചു. ക്രൂശിൽ അവൻ മരിച്ചു. എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. മഹത്വവും തേജസ്സും അണിഞ്ഞവനായി ഇപ്പോൾ നമ്മൾ അവനെ കാണുന്നു. സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ? നമ്മെ സൃഷ്ടിച്ചത് ദൈവം പ്രത്യേകമായിട്ടാണ്. നാം വിശേഷതയുള്ളവരാ. നാം വില കുറച്ച് കാണരുത്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ നിഷ്കളങ്കതയിൽ നിത്യജീവനിലാണ് നമ്മെ സൃഷ്ടിച്ചത്. സകലത്തെയും അടക്കി വാഴാനാണ് നമ്മെ സൃഷ്ടിച്ചത്. പക്ഷെ അനുസരണക്കേടിന്റെ ഫലമായി ആ അധികാരം നഷ്ടപ്പെട്ടു പോയി. എല്ലാം ഇപ്പോഴവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. പക്ഷെ പിശാചിന്റെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുത്തില്ല. ദൈവം മനുഷ്യനായിട്ട് വന്ന്, സ്തോത്രം, ആ പാപത്തിന് പരിഹാരം ക്രൂശിൽ വരുത്തി. സ്തോത്രം. നമുക്ക് വേണ്ടി അതെല്ലാം വീണ്ടെടുത്തു. സ്തോത്രം. അതെല്ലാം നമുക്ക് വീണ്ടെടുക്കുവാനാണ് യേശു വന്നത്. ആ യേശു ലോകത്തിലായിരുന്നപ്പോൾ അതിന്റെ എല്ലാം അധികാരം വെളിപ്പെടുത്തിയല്ലേ? സ്തോത്രം. എന്താ നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്? ആ അത്ഭുതം ആരംഭിച്ചത് തന്നെ എന്തുവാ? ഹി ടേൺഡ് വാട്ടർ ഇൻടു
വൈൻ. അപ്പം മനുഷ്യ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് ഇതിന്റെ മേൽ അധികാരമുള്ളവനായിട്ടായിരുന്നു. നീ അത് നഷ്ടപ്പെടുത്തി. ഞാൻ അതിന്റെ മേൽ അത് റിസ്റ്റോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക് എന്ന് പറഞ്ഞപ്പോൾ അത് ശാന്തമായി. മനുഷ്യരോട് പറയുക, മനുഷ്യ, ഈ അധികാരം ഞാൻ നിനക്ക് തന്നതായിരുന്നു, പക്ഷെ നീ അത് ഉപയോഗിച്ചില്ല. ഞാനത് തിരിച്ച് എടുത്തു വരാനാ വന്നത്. ഇങ്ങനെ ഓരോന്നും അവൻ കാണിച്ചു. സ്തോത്രം. അധികാരം അവൻ കാണിച്ചു. ഇനിയും അവൻ വരുവാൻ പോകുന്ന, സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിൽ ചെന്തായും കുഞ്ഞാടും ഒന്നിച്ചു വാഴും. കാള, സിംഹം കാളയോടുകൂടെ പുല്ല് തിന്നും. സ്തോത്രം. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ആ അനുഭവം ഞാൻ വീണ്ടും വരുത്തും. പഴയ നിയമ ഭക്തന്മാരിൽ ചിലരൊക്കെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. സമുദ്രത്തെയും യോർദാൻ നദിയെയും ഒക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ ഉള്ള അധികാരങ്ങളായിരുന്നു. ഇതെല്ലാം മനുഷ്യർക്ക് കൊടുത്തതായിരുന്നു. പക്ഷേ മനുഷ്യരിത് നഷ്ടമാക്കി. അതെല്ലാം തിരിച്ചു തരാൻ നമ്മുടെ കർത്താവ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി മരണം ആസ്വദിച്ച് നമുക്ക് വേണ്ടി അതെല്ലാം വീണ്ടെടുപ്പ് വരുത്തി. സ്തോത്രം. അപ്പൊ നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ആരാ, ഞാൻ ആരാണെന്നും എന്റെ വില എന്താണെന്നും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ഒരു വ്യക്തിക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഒന്നാമത് അവൻ സൃഷ്ടാവിനെ അറിയണം. ഫസ്റ്റ് he want to know creator, who is my creator. അതാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര മഹത്വമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വിരിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശം, നീ ഉണ്ടാക്കിയ ചന്ദ്രൻ, നക്ഷത്രം. സ്തോത്രം. അപ്പം ഈ ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം അതിൻ്റെതായ ക്രമത്തിൽ വരുത്തി സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. മനുഷ്യ, നീ ആ സൃഷ്ടാവിനെ അറിയുക. ഫസ്റ്റ് യു നോ യുവർ ക്രിയേറ്റർ. നീ തന്നെ ഉണ്ടായതല്ല. നീ തനിയെ എല്ലാം നിയന്ത്രിക്കാമെന്ന് വിചാരിക്കേണ്ട. സ്തോത്രം. നിന്നെ മുകളിൽ ഒരു ദൈവമുണ്ട്. ഏതെനിൽ അത് മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാം നീ തിന്ന്. സ്തോത്രം. എന്നാൽ നിന്റെ അധികാരത്തിന് അപ്പുറത്തൊരാളുണ്ട്, ദൈവം. ആ ദൈവത്തെ കൂടെ നീ അറിയണമെന്നും പറഞ്ഞ ആ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നല്ലേ എന്ന് പറഞ്ഞത്. പക്ഷേ അവൻ ആ ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ല. വേണ്ട, എനിക്ക് ദൈവമാകണം എന്ന് പറഞ്ഞ് അവൻ അതിനെ ഡിസൊബേ ചെയ്തു. ഒന്നാമത് സൃഷ്ടാവിനെ അറിയുക. ഈ ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. അവനാണ് എന്നെ ഭയങ്കരമായും അതിശയകരമായും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടാവിനെ ഒരു വ്യക്തി അറിയിച്ചു കഴിയുമ്പോൾ അവൻ അറിയാൻ പറ്റും, ഞാൻ ആരാണ്. ഞാൻ നിസ്സാരനല്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട, അധികാരത്തോടെ വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം യേശു തിരികെ തന്നിരിക്കുകയാണ്. സ്തോത്രം. എന്നെ വാഴുവാനായിട്ട് ഇവിടെ ആക്കിയിരിക്കുകയാണ്. യേശുവിലൂടെ അതെല്ലാം എനിക്ക് വീണ്ടെടുത്ത് തന്നു. സ്തോത്രം. നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മൾക്ക് അധികാരം ഉപയോഗിക്കുന്നുണ്ടോ? അതോ നമ്മൾ ഇന്നും ദാസരെ പോലെ നമ്മുടെ അധികാരത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ, വീണ്ടെടുപ്പ് നമുക്ക് കിട്ടിയെങ്കിലും, അധികാരം നമുക്ക് കിട്ടിയെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെ പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭീരുവായി നമ്മൾ കഴിയുന്നുവോ? അതോ ഞാൻ അധികാരമുള്ളവനാണ്, പൈശാചിക ശക്തികൾക്ക് എന്റെ നേരെ വരാൻ പറ്റത്തില്ല. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളെ ആർക്കും ഇന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിൽ വിശ്വാസമില്ല പലർക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ അറിവില്ലായ്മയുടെ കാലത്ത് അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു. അപ്പോൾ അവര് ദൈവത്തോട് ഏറ്റു പറഞ്ഞു, കർത്താവെ എന്നോട് ക്ഷമിക്കണം, അറിവില്ലാത്തതാണ്, ആ കാലത്ത് വന്നതാണെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞേക്കുന്നത്? നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുന്ന വിശ്വസ്തനും നീതിമാനുമായ അവനാണ് കർത്താവ് എന്ന് വചനം പറഞ്ഞേക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അപ്പുറത്തൊരു സംശയത്തിന്റെ കാര്യമില്ല. ഞാൻ മനുഷ്യനായിരുന്നു, എന്റെ ജീവിതത്തിൽ തെറ്റ് വന്നു, ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, പാപം ചെയ്യാത്ത ഒരാളെ പോലെ ദൈവം എന്നെ
അക്സെപ്റ്റ് ചെയ്തു, നീതീകരിച്ചു, ഞാൻ ദൈവവേദലാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. എന്നാൽ പിശാച് പറയുക, പണ്ടേ നിന്റെ ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴും അതിങ്ങനെ വരുക, ശരിയാകത്തില്ല, പ്രാർത്ഥനയൊന്നും ശരിയാകത്തില്ല, അതൊന്നും മറുപടി ഒന്നും കിട്ടത്തില്ല, ജയിക്കാൻ പോകുന്നില്ല നീ. അപ്പൊ ആളുകളൊക്കെ പേടി അവനെയാ വിശ്വസിക്കുന്നത്. ദൈവം പറഞ്ഞത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതാ ഏതിലും സംഭവിച്ചത്. നമ്മളുടെ വിശ്വാസക്കുറവാണ്. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ വാഴുവാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. വീഴ്ച വന്നെങ്കിലും ഞാൻ വാഴാനായി വീണ്ടെടുക്കപ്പെട്ടവനാണ്. എനിക്ക് പിശാചിന് എന്റെ മേൽ ഒരധികാരവുമില്ല. ദൈവം എനിക്കാണ് അധികാരം തന്നത്. ഇപ്പം മനസ്സിലായോ ഞാൻ ആരാണ്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ദൈവം ആരാണ്? സ്തോത്രം. അത് മാത്രമാണോ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം നോക്കിക്കേ. സ്തോത്രം. നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ശിശുവിന് പോലും ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇത് നമ്മുടെ കർത്താവ് തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. എവിടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്യു 21 യേശു ഇങ്ങനെ ദേവാലയത്തിലേക്ക് ചെന്നപ്പം അവിടെ കുറെ ആളുകൾ മുടന്തന്മാരെയും ചെകിടരെയും രോഗിയിലേക്ക് കൊണ്ടുവന്നു. യേശു അവരെയൊക്കെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പം സ്തോത്രം, കുറെ കുട്ടികൾ ഹോശാന ഹോശാന, ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച്. എന്തിനാ? അപ്പൊ മഹാപുരോഹിതന്മാർ they got upset. Why these children shouting like this? This may offend Jesus. ഇവരാരും പള്ളിയിൽ കൊയറിന് ട്രെയിൻ ചെയ്തവരല്ല. ആ കൊയർ ഗ്രൂപ്പിൽ പാട്ടുകാരുടെ ക്രമത്തിൽ അവര് പെട്ടവരല്ല. ഇവര് സ്ട്രീറ്റിലെ പിള്ളേരാണ്. അവര് പറയുക ഓശാന ഓശാന. യേശുവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിണ്ടായിരാന്ന് യേശു അവര് പറഞ്ഞു. അപ്പൊ യേശു അവരോട് പറയാ, അവരെ വിട്, അവര് കണ്ടത് പറയട്ടെ, അവരനുഭവിച്ചത് പറയട്ടെ. സ്തോത്രം. അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഒരു കുരുടൻ കാഴ്ച പ്രാപിച്ചത്, ഒരു മുടന്തൻ ചാടി എഴുന്നേറ്റത്, ഒരു പക്ഷപാതക്കാരൻ ചാടി എഴുന്നേറ്റത്, അത് കാണുമ്പോ ആരാ സ്തുതിക്കാത്തത്? സ്തോത്രം. അപ്പോ ശിശുക്കൾക്ക് പോലും ഈ ചില ഫേസ്ബുക്കിലെ കാര്യങ്ങളൊക്കെ, ചില കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വണ്ടടിച്ചു പോകും. സ്തോത്രം. ചിലപ്പോഴൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ട്, ഈ AI പരിപാടിയാണോ എന്ന് പോലും അറിയത്തില്ല. ചില പിള്ളേര് ദൈവത്തിന്റെ കാര്യങ്ങളും പാട്ടുകൾ പാടുന്നതും ചില ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അയ്യോ ദൈവമേ, ഇത്രയും വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇതൊക്കെ പറ്റുമോ? സ്തോത്രം. ദൈവമക്കളെ AI ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചിലതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പോലും ദൈവം ആരാണെന്നും, സ്തോത്രം, ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ഗ്രഹിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, സീ ദ എക്സലന്റ് പർപ്പസ് ഓഫ് ഗാഡ്. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ദൈവം ചെയ്തിരിക്കുന്ന പ്ലാനുകൾ ഭയങ്കരമാണ്. സ്തോത്രം. ഇവിടെ ഒരു വാക്യം ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. സമുദ്രമാർഗമോ? ഞാൻ വിചാരിച്ചത് ഈ ആകാശം ഇങ്ങനെ തുറന്നു കിടക്കുമല്ലേ, പ്ലെയിനും ഹെലികോപ്റ്ററും ഒക്കെ എതിരെയെങ്കിലും പോകാമെന്നാ ഞാൻ വിചാരിച്ച്. സമുദ്രം ഇങ്ങനെ വെള്ളം കൊണ്ട് കിടക്കുമല്ലേ, മീനൊക്കെ ഏത് വഴി വേണേലും പോകാമെന്നാ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇവിടെ പറയാ സമുദ്രത്തിലൊരു മാർഗമുണ്ട്. കപ്പൽ ഇതിലേ പോകേണ്ടത്, ഏത് മീൻ ഇതിലേ പോകണമെന്നൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്. ആ സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പോലും വഴി വെച്ചേക്കുന്നത് ദൈവം. അതിനെ ക്രമം വിട്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിലേ ഈ സമുദ്രത്തിലെ വഴി എനിക്ക് നിങ്ങൾക്കും കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റും. we cannot see that path in the sea. സമുദ്രത്തിലെ വഴി നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത വഴി ഒരുക്കുന്നവനാണ് ദൈവമെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഒരുക്കാൻ പറ്റാത്ത വഴികൾ വല്ലതും ഉണ്ടോ? ദൈവത്തിന് തുറക്കാൻ പറ്റാത്ത വഴികൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കാം. അതെ ദൈവമേ, സമുദ്രത്തിൽ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത വഴി ഒരുക്കുന്ന ദൈവമേ, നിനക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ
ഞങ്ങൾ ചിന്തിക്കാത്ത, ഞങ്ങൾ വിചാരിക്കാത്ത വഴികൾ തുറക്കുവാൻ നീ ശക്തനാണ് എന്ന് നമുക്കും ദൈവത്തോട് പറയാം. സ്തോത്രം. ഇതൊക്കെ ഓർക്കുമ്പോ ദാവീദ് പറയുക, ഓ ലോർഡ്, ഹൗ എക്സലന്റ് ഈസ് യുവർ നെയിം, ഹൗ എക്സലന്റ് ഈസ് യുവർ ക്രിയേഷൻ, ഹൗ എക്സലന്റ് ഈസ് യുവർ പർപ്പസ് പ്ലാൻ. നിന്റെ പദ്ധതികൾ എത്രയോ ശ്രേഷ്ഠമാണ്. ആമേൻ. അത് ഓർക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ദൈവത്തെ സ്തുതിക്കുന്നത്. ശിശുക്കളെ പോലെ നാം, ശിശുവിന് വേറെ ഒരു ചിന്തയില്ല. അവരെന്തോ വിചാരിക്കും, ഇവരെന്തോ വിചാരിക്കും, അടുത്തിരിക്കുന്ന ആരാണ്, അവരുടെ ജീവിതം എങ്ങനെയുണ്ട്, ഇതൊന്നും ഒരു ശിശുവിന് ബാധകമേ അല്ല. അവര് ഇന്നസെന്റ് ആയിട്ട് അങ്ങ് ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ നമ്മൾ ഒരു ശിശുവിനെ പോലെ ഇന്നസെന്റ് ആയി സ്വാതന്ത്ര്യമായി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ശത്രുവും പകയനും മിണ്ടാതാകും. സ്തോത്രം. ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി അതാണ്. നീ എനിക്ക് ശത്രുവാണ്, എനിക്കതാണ്, എനിക്ക് ഭയങ്കര എതിർപ്പാണ് എന്ന് പറഞ്ഞ് നടക്കാതെ ദൈവം വെച്ചേക്കുന്ന മാർഗം അങ്ങ് ചെയ്യ. എന്താ മാർഗം? സ്തോത്രം. ദൈവത്തെ സ്തുതിക്ക്. ഒരു ശിശുവിനെ പോലെ അങ്ങ് ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ ഈ ശത്രുവും പകയനും അങ്ങ് മിണ്ടാതെ അങ്ങ് പൊയ്ക്കോളും. അങ്ങനെയല്ലേ യഹോശാഫാത്ത് ചെയ്തത്? വലിയ കൂട്ടമായി ശത്രു വന്നപ്പോൾ മുമ്പിൽ കുറെ ആളുകളെ എന്ത് നിർത്തി? പാടാൻ. സിംഗേഴ്സ് കം ആൻഡ് സിംഗ്. അവര് പാടി ദൈവത്തെ സ്തുതിച്ചു. യുദ്ധമൊന്നും ചെയ്തില്ല. സ്തോത്രം. ആ ശത്രുക്കൾ തന്നെ ഓടിപ്പോവാനിടയായി, അവർ തന്നെ ഇല്ലാതാകുവാനിടയായി. അപ്പം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. ശിശുക്കളെ പോലെ. സ്തോത്രം. ശിശുക്കൾക്കാണ് കൂടുതൽ ദൈവത്തെ ഗ്രഹിക്കാൻ പറ്റുന്നത്. കാര്യം വലുതായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പല കാര്യങ്ങളിൽ നമ്മൾ മെസ്സപ്പാണ്. നമ്മുടെ ലൈഫ്, ജോലി കാര്യങ്ങൾ, പല കാര്യങ്ങളിൽ നമ്മുടെ ബ്രെയിനിൽ മറ്റു പല കാര്യങ്ങളാണ്. അപ്പോഴേക്കും 100 സംശയങ്ങളാണ് നമുക്ക് കടന്നു വരുന്നത്. കുഞ്ഞുങ്ങൾക്കാതെ അതൊന്നുമില്ല. സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാം, ദൈവത്തെ ആശ്രയിക്കാം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.